പുന്നല ശ്രീകുമാറിന്റെ നേതൃത്വത്തിൽ ജാതി സെൻസസ് നടപ്പിലാക്കണം എന്ന ആവശ്യവുമായി KPMS ജനുവരി 25-ന് സെക്രട്ടേറിയറ്റ് മാർച്ച് നടത്തി. കേരളത്തിലെമ്പാടുമുള്ള ജില്ലകളിൽ നിന്ന് ആളുകൾ ഒത്തുചേർന്നു. പ്രക്ഷോഭത്തിന്റെ ആവശ്യം ജാതി സെൻസസ് നടപ്പിലാക്കണം, തുല്യനീതി ഉറപ്പുവരുത്തണം എന്നുള്ളവയൊക്കെയാണ്. സെക്രട്ടേറിയറ്റിന് മുന്നിൽ എല്ലാവരും ഒത്തുകൂടി കലാപരിപാടികളും നടത്തുകയുണ്ടായി. കേരളത്തിലെ പട്ടിക വിഭാഗ വിദ്യാർത്ഥികളുടെ വിദ്യാഭ്യാസ ആനുകൂല്യങ്ങൾ നമുക്കറിയാമെന്ന് സ്കൂളുകളിൽ പഠിക്കുന്ന, കോളേജുകളിൽ പഠിക്കുന്ന, ബിരുദവും ബിരുദാനന്തര ബിരുദവും അതുപോലെ തന്നെ ഫെലോഷിപ്പ് നേടി റിസർച്ച് ചെയ്യുന്ന കുട്ടികൾക്ക് ഇന്ന് ഫെലോഷിപ്പും അതുപോലെ തന്നെ ഈ ഗ്രാന്റും കിട്ടുന്നില്ല. ഉറപ്പാക്കണമെന്നുണ്ടെങ്കിൽ ഇവിടുത്തെ ദുർബല ജനവിഭാഗങ്ങൾക്ക് ആവശ്യമായിട്ടുള്ള പരിരക്ഷ ലഭ്യമാകണമെന്നുണ്ടെങ്കിൽ ജാതി സെൻസസ് നടപ്പിലാക്കണം. പിന്നെ ഞങ്ങളുടെ അവകാശങ്ങൾ ഞങ്ങൾക്ക് തരണം. സംവരണം പട്ടികജാതിക്കാർക്കുള്ള സംവരണങ്ങൾ കിട്ടണില്ല, അത് ഞങ്ങൾക്ക് നടപ്പിലാക്കി തരണം. അതിനു വേണ്ടി കൂടിയുള്ള ഒരു ഇതാണ് ജാതി സെൻസസ് നടപ്പിലാക്കാന്ന് പറഞ്ഞത്. എന്റെ എല്ലാ ജില്ലയിൽ നിന്നുണ്ട്. ഞങ്ങൾ തൃശ്ശൂർ ജില്ല. വീട് വെക്കുന്ന പദ്ധതികളൊക്കെ വന്നത് ഗ്രാന്റുകളൊന്നും കിട്ടുന്നില്ല. ആ രീതി പ്രക്ഷോഭ ആവശ്യങ്ങൾ എന്ന് പറയുന്നത്, ഒന്ന് ജാതി സെൻസസ് നടപ്പാക്കുക, സാമൂഹ്യ നീതി ഉറപ്പാക്കുക. ഇതാണ് മെയിൻ പ്രശ്നം. ഇപ്പം ജാതി സെൻസസ് നടപ്പാക്കിയതുകൊണ്ട് സാമൂഹ്യ നീതി ഇല്ലാതാവുന്നില്ല. അതാണ് അവരുടെ ഉന്നേഷം. സർക്കാർ പറയുന്നത് സാമൂഹ്യ നീതി ഇല്ലാതാവുന്നതാണ്. പക്ഷേ സാമൂഹ്യ നീതി ഉറപ്പാക്കാൻ വേണ്ടിയാണ് ജാതി സെൻസസ് നടപ്പാക്കുന്നത്. ഇപ്പൊ അവർ നടക്കുന്നത് സാമ്പത്തിക സെൻസസ് ആണ്. സാമ്പത്തിക സെൻസസ് അല്ല, സാമൂഹികമായ ജാതി സെൻസസ് നടപ്പാക്കുക. ജാതി സെൻസസ് കൂടെയാണ് ഞങ്ങൾക്ക് മുന്നേറ്റം കിട്ടുന്നത്. അതാണ് ലഭിക്കുന്നില്ല. ഇതിപ്പോ സർക്കാർ എന്ന് പറയുന്നത് പിന്നെ കർഷകരുടെ സർക്കാർ എന്ന് പറയുന്നത് ഇതൊന്നും നടപ്പാക്കുന്നില്ല. കുട്ടികളുടെ ഗ്രാന്റ് നടക്കുന്നില്ല. അതിനാണ് പ്രക്ഷോഭം. ഇപ്പൊ ഈ ഒരു സെക്രട്ടേറിയറ്റ് മാർച്ച് കൊണ്ട് ഈ സമരം തീരുന്നില്ല. ഈ സമരവുമായി ശക്തമായി മുന്നോട്ട് പോകും. അത് ഞങ്ങളുടെ നേതാവ് പുന്നല ശ്രീകുമാർ ഞങ്ങൾക്ക് അധികമായ ശക്തി വരുന്നുണ്ട്. അത് ഞങ്ങൾ മുന്നോട്ട് പോകും. ശ്രദ്ധയിൽപ്പെട്ടാൽ കൊള്ളാം. ഇല്ലെങ്കിൽ ഞങ്ങൾ അതിനുള്ള പ്രതികരണം ഞങ്ങൾ കണ്ടെത്തിയിട്ടുണ്ട്. KPMSന്റെ നേതൃത്വത്തിൽ ഇവിടെ സെക്രട്ടേറിയറ്റ് മാർച്ച് നടത്തുന്നതിന്റെ പ്രധാന ഉദ്ദേശ ലക്ഷ്യം എല്ലാവർക്കും ജാതി സെൻസസ് നടപ്പിലാക്കണമെന്നുള്ള ആവശ്യമായിട്ട് ബന്ധപ്പെട്ടു. ഇന്ത്യയില് ജാതി സെൻസസ് നടപ്പാക്കിയിരിക്കുന്ന സംസ്ഥാനം ഇപ്പോൾ ബീഹാറാണ്. രാജ്യ സെൻസസിന്റെ അനിവാര്യതയെക്കുറിച്ച് പറയുകയാണെങ്കിൽ ഏറ്റവും കൂടുതൽ ദളിത് സമൂഹം വസിക്കുന്ന നാടായിട്ടുള്ള ഇന്ത്യയിൽ അധികാര കേന്ദ്രങ്ങളിൽ ഇരിക്കുന്നത് ന്യൂനപക്ഷങ്ങളായിട്ടുള്ള സവർണ മേലാളന്മാർ. ഇത് അറുതി വരുത്തുന്നതിനും പ്രത്യേകിച്ച് പട്ടിക വിഭാഗങ്ങൾക്കും സാധാരണക്കാർക്കും അധികാര പദത്തിലേക്കുമൊക്കെ എത്തുന്നതിനും കൂടുതൽ സംവരണം നേടുന്നതിലേക്കുമുള്ള ഒരവസ്ഥ ഒരുക്കുകയാണ് കൃത്യമായി ജാതി സെൻസസുമായിട്ട് ബന്ധപ്പെട്ട് അത് പ്രത്യേകിച്ച് ബീഹാർ നടപ്പിലാക്കി ആന്ധ്രാപ്രദേശ് സർക്കാർ നടപ്പാക്കുന്നതിനുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളുമായിട്ട് ബന്ധപ്പെട്ട് മുമ്പോട്ട് പോകുന്നു. പക്ഷെങ്കിൽ നമുക്കറിയാം, കേരളത്തെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ മതേതര ജനാധിപത്യ പാർട്ടി എന്നറിയപ്പെടുന്ന, അല്ലെങ്കിൽ സോഷ്യലിസ്റ്റ് പാർട്ടി എന്നറിയപ്പെടുന്ന കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനമാണ് ഭരിക്കുന്നത്. സാധാരണക്കാരോട് നടത്തി വരുന്ന അവഹേളന ഇപ്പം തന്നെ അറിയാം. വിദ്യാർത്ഥികൾക്ക്
അവർക്ക് ഉള്ള ആനുകൂല്യങ്ങൾ കൃത്യമായിട്ട് കിട്ടാത്തുള്ള ഒരവസ്ഥ. പ്രത്യേകിച്ച് സാധാരണക്കാരുടെ ലൈഫ് എന്ന പദ്ധതിയിലൂടെ കൂടി വന്നാൽ 460 സ്ക്വയർ ഫീറ്റിൽ ഉള്ള ഒരു വീട്ടിലേക്ക് മാത്രം ഒതുക്കുന്ന ഒരു രീതിയിലേക്കുള്ള ഒരു ഭരണമാണ് മുമ്പോട്ട് പോകുന്നത്. അതിനെല്ലാം അറുതി വരുത്തുന്നതിനുമായിട്ട് ബന്ധപ്പെട്ടാണ് ഈ വലിയൊരു പ്രക്ഷോഭം KPMS സംഘടിപ്പിച്ചത്. സാഗ് ന്യൂസ് തിരുവനന്തപുരം. നേരിന്റെ വാർത്തകൾ നിങ്ങളുടെ വിരൽത്തുമ്പിൽ എത്താനായി സാഗ് ന്യൂസ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്തും ഷെയർ ചെയ്തും ഒരു ശരിയായ മാധ്യമ നിലപാടിന് നിൽക്കാൻ ഞങ്ങൾ നിങ്ങളെ ക്ഷണിക്കുന്നു.